ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവേ, 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 പിതാവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ നന്ദി, ഊഹായേ നന്ദി, ഊഹായേ നന്ദി, ഊഹായേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നമ്മളോടുകൂടെ പ്രാർത്ഥനയിലായിരിക്കുന്ന ഇറ്റലി, റോം, ലണ്ടൻ, അമേരിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളില് നമ്മളോട് കൂടെ പ്രാർത്ഥനയിലായിരിക്കുന്ന സിസ്റ്റേഴ്സുണ്ട്, അച്ഛന്മാരുണ്ട്, ആത്മാരുണ്ട്. അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. നമുക്ക് ഈസ്റ്ററെല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ഉയർപ്പിന്റെ മഹിമ വെളിപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ അഭിഷേകനായിരിക്കുന്ന പുരോഹിതൻ നമ്മളോട് കൂടെ ഇന്നുണ്ടായിരുന്നു. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണത്. ഈസ്റ്റർ കഴിഞ്ഞ ആദ്യ ചൊവ്വാഴ്ച തന്നെ ഒരു പുരോഹിത സാന്നിധ്യത്തിലൂടെ ഇന്ന് അച്ഛൻ തന്നെ നിങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാക്കാതെ ശാന്തമായിട്ട് ലൈനായിട്ട് വേണം വരേണ്ടത്. ഇവിടെ നിങ്ങളുടെ ശരീരഭാഗങ്ങളില് വേദന എവിടെയുണ്ടോ അവിടെല്ലാം നിങ്ങളുടെ കരങ്ങൾ വെക്കുക. ഒരുപാട് ഭാഗങ്ങളിൽ വേദന ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം ഭാവനെ കണ്ടുകൊണ്ട് കൂടുതലായിട്ട് വേദനയുള്ള എവിടെയാണോ അവിടെ കൈവെക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ടച്ചിങ് ഈ സമയത്ത് അനുഭവപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. വേദനയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ കരങ്ങൾ വെക്കുക. സ്തുതിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ഞാൻ ആദ്യം സ്തുതിക്കും, അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ സ്തുതിക്കാനായിട്ട് തുടങ്ങുക. എന്റെ പിതാവേ, ഈ മക്കളിപ്പോൾ കൈവച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളുള്ള അവസ്ഥയെ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ ഈശോയെ. ആ രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഇവരെ അഭിഷേകം ചെയ്യണമേ. പിതാവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഇപ്പോഴിവരിലേക്ക് അയക്കണമേ. എല്ലാവിധ രോഗത്തിന്റെ അണുക്കളെ നിർവീര്യമാക്കണമേ. Urikia raha mara helbia nadia Tikilikiria raha ladia Origi miri hibiri biria rabbi dia Arahala raga Origi biri hiri Nangalarkan sudika Yesri
മറച്ചു വെക്കാതെ, ലൂക്കായിട്ട് 17 പറയുന്നുണ്ട്, മറഞ്ഞിരിക്കുന്ന ഒന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ പാപത്തെ മറച്ചു വെക്കാതെ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് ദൈവമേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്നൊരു വ്യക്തി ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ആ വ്യക്തി വലിയ മാറ്റത്തിലേക്ക് വരാൻ തുടങ്ങും. ആത്മാർത്ഥതയോട് ഏതൊരു വ്യക്തി കർത്താവേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ഏത് വൻ പ്രശ്നമായിരുന്നാലും നിങ്ങള് ഭയപ്പെട്ടിരിക്കും, കർത്താവിന് ക്ഷമിക്കുവോ, കർത്താവിന് ക്ഷമിക്കുവോ. അങ്ങനെ ഭയപ്പെട്ട് ചിന്തിച്ചു വന്നൊരു മകളാണ് ഇപ്പൊ നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞത്. കർത്താവ് ക്ഷമിക്കുവോ ക്ഷമിക്കുവോ എന്നുള്ള ആകുലത. ദൈവം ഏത് പാപത്തെയും ക്ഷമിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമെന്നാൽ നമ്മൾ ഏറ്റു പറയുമ്പോൾ മാത്രം, കർത്താവെ ഞാൻ പാപിയാണ്, എന്നോട് കരുണ തോന്നണമെന്ന് നമ്മൾ ഏറ്റു പറയുമ്പോഴാണ് ഏത് മാരകമായ പ്രശ്നമായിരുന്നാലും ദൈവം ഏറ്റെടുക്കും, വിടുതൽ തരും, പ്രശ്ന പരിഹാരമാകും. അതാണ് നമ്മളിവിടെ ഉപകാരസ്ഥാനയിലൂടെ വായിക്കുന്നത്. കർത്താവിന് ആത്മഹത്യാ പ്രവണതയുള്ള 7 പേരെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. മരിക്കണം എന്നുള്ള ചിന്ത, അതിന് 7 പേരെ കർത്താവ് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി. കുടുംബ സമാധാനമില്ലാത്ത 35 കുടുംബങ്ങൾക്ക് തിരുക്കുടുംബ സമാധാനം തന്ന് ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്നും ഭവനത്ത് വഴക്കിട്ട് ഒരു സ്വസ്ഥതയില്ലെന്നും പറഞ്ഞിറങ്ങി വന്നിട്ടുള്ള വ്യക്തിയിലേക്ക് കൊടുക്കണമെന്ന് കർത്താവ് പറയുന്നു. ഭവനത്ത് തിരിച്ചില്ലെന്ന കാര്യം തന്നെ വളരെയധികം അസ്വസ്ഥത ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയിലേക്ക് കൊടുക്കുന്നുണ്ട്. 35 കുടുംബങ്ങൾക്ക് കർത്താവ് തിരുക്കുടുംബ സമാധാനം തന്ന് ഈ സമയത്ത് അനുഗ്രഹിക്കുക. കുടുംബ സമാധാനമില്ലാതെ കടന്നിട്ടുള്ള എല്ലാ വ്യക്തികളും കരങ്ങൾ ഉയർത്തുക. കുടുംബ സമാധാനമില്ലാതെ കടന്നു വന്നിട്ടുള്ള എല്ലാവരും യേശുവേ യേശുവേ ചെവി അടിക്കുന്നവരുള്ള അവസ്ഥ, ചെവിയിൽ ഇങ്ങനെ കാറ്റ് കയറി ഊതി അടയ്ക്കുന്നവരുള്ള അനുഭവം, ഇങ്ങനുണ്ടാകുന്ന 3 പേരെ കർത്താവ് അതിൽ നിന്ന് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും ഊതി അടയ്ക്കുന്നവരുടെ അനുഭവം ഉണ്ടാകുന്ന 3 പേരെ ഇപ്പോഴും അതിൽ നിന്ന് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി. ചെവിക്കകത്തുണ്ടാകുന്ന വേദനയും ചെവിയുടെ കേൾവിക്കുറവും കർത്താവ് പോയി എടുത്ത് മാറ്റി 2 പേരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ ചെവിക്കകത്തുണ്ടാകുന്ന വേദന, ചെവിക്ക് വേണ്ടത്ര കേൾവിയില്ലായിരുന്നു, എന്നാൽ ഇപ്പോഴ് വേണ്ടത്ര കേൾവി തന്നുകൊണ്ട് കർത്താവ് 2 പേരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴ് ചെവിക്ക് വ്യക്തമായ രീതിയിൽ കേൾവി കിട്ടി എന്നുറപ്പുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ എഴുതുക. നേരത്തെ കേൾവിയില്ലായിരുന്നു, എന്നാൽ ഇപ്പോഴ് ചെവിയിൽ കേൾവി കിട്ടി. 2 പേര് കരങ്ങൾ ഉയർത്തുന്നു. യേശുവേ നന്ദി. ശ്വാസം മുട്ടല്, വിമ്മിഷ്ടം, ഇതിനുള്ള അസ്വസ്ഥതയിലെന്ന് കർത്താവ് 5 പേരെ മോചിപ്പിക്കുന്നുണ്ട്. ശ്വാസം മുട്ടലും വിമ്മിഷ്ടത്തിൽ നിന്ന് 5 പേർക്ക് കർത്താവ് വിടുതൽ വന്നിപ്പോഴേ അനുഗ്രഹിക്കുന്നുണ്ട്. ശ്വാസം മുട്ടല് വിമ്മിഷ്ടമൊക്കെ ഉണ്ടാകുന്നവര്, അങ്ങനെയുള്ളവര് ഇപ്പോൾ മാറി എന്ന അനുഭവമുള്ളവര്, അതല്ല അങ്ങനെ അനുഭവം ശ്വാസം മുട്ടലുള്ള വ്യക്തികളുണ്ടായാലും കരങ്ങൾ വരുത്തുക. 5 പേരെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നു. യേശുവേ നന്ദി. പ്രതീക്ഷിക്കാത്ത ജോലി തന്ന്
3 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നപ്പോഴും യാതൊരു പ്രതീക്ഷയില്ല, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹമായിട്ടുള്ള ജോലി തന്ന 3 പേരെ കർത്താവ് ഇപ്പോഴ് അനുഗ്രഹിക്കുന്നുണ്ട്. ജോലിയില്ലാത്തവർ കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. കണ്ണിലുണ്ടാകുന്ന മൂടാപ്പ്, ഇരുട്ട്, കണ്ണില് ചൊറിച്ചില്, കണ്ണിൽ കൂടെ വെള്ളം വരിക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് കർത്താവ് വിടുതൽ തന്ന് 7 പേരെ ഇപ്പൊ സ്പർശിക്കുന്നുണ്ട്. 7 പേരെ ഇപ്പോഴ് ഈ കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ തന്ന് കർത്താവ് സ്പർശിക്കുന്നു. ഇതിനുള്ള അനുഭവമുള്ളവരെ കരങ്ങളെടുത്ത് യേശുവേ നന്ദി. ഒരുപാട് ഭയം, പല രീതിയിലുള്ള ഭയം, പ്രത്യേകിച്ചും മരണഭയം, ഇങ്ങനെയുള്ള ഭയങ്ങളിൽ നിന്ന് കർത്താവ് വിടുതൽ നിന്ന് പല വ്യക്തികളെയും മോചിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും ഏത് രീതിയിലുള്ള ഭയമാണോ നിങ്ങളെ ഭരിക്കുന്നത്, ആ ഭയത്തിൽ നിന്ന് കർത്താവ് വിടുതൽ വരുന്നുണ്ട്. ഭയമുള്ളവരെല്ലാവരും കരങ്ങൾ ഉയർത്തുക. ഏത് രീതിയിലുള്ള ആയിരുന്നാലും ഭയമുള്ളവര് കരങ്ങൾ ഉയർത്തുക. യേശുവേ ഈ ചൂടിനെയും വെയിലിനെയും ശപിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെന്ന് പറയുന്നു. ചൂടിനെയും വെയിലിനെയും ശപിക്കുന്നവർ, ഇതെല്ലാം ആണ്ടതാണ്. ചൂടും വെയിലും കാറ്റും മഞ്ഞും ഒക്കെ ആണ്ടതാണ്. നമ്മളതിനെ ശപിക്കുന്ന ആരെയാണ്? അങ്ങനെ ശപിക്കുന്ന വ്യക്തികളെ കരങ്ങൾ എഴുതുക. ഇതെന്തൊരു ചൂടാ, ഇതെന്തൊരു വെയിലാ, ഇങ്ങനെ സദാ പറഞ്ഞുകൊണ്ട് ശാപവാക്ക് ഉന്നയിക്കുന്നവര് കരങ്ങൾ എഴുതുക. നമുക്കങ്ങനെ പറയാനുള്ള അനുമതിയില്ല. കാരണം നമ്മൾ പറയേണ്ട എന്താ? പിതാവേ നന്ദി, ഈ ചൂട് അനുഭവിക്കുന്നതിനെ ഓർത്ത് നന്ദി, ഈ ചൂട് അയച്ചതിനെ ഓർത്ത് നന്ദി. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ നമ്മള് ശപിക്കുകയല്ല ചെയ്യേണ്ടത്. യേശുവേ നന്ദി. അപ്പൊ നിങ്ങൾക്ക് പ്രതികൂലമായതിനെ അനുകൂലമാക്കാനായിട്ടുള്ള പ്രാർത്ഥനയാണ് പിതാവേ നന്ദി. ഏത് പ്രതികൂലമായുള്ള സാഹചര്യങ്ങളായിരുന്നാലും പിതാവേ നന്ദി എന്ന് പറഞ്ഞതിനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ട് മാറും. കാലുപൂറ്റിക്ക് പിടുത്തവും വേദനയും കാലുമുട്ട് വേദനയും ഇങ്ങനെയൊക്കെയുള്ളവരുടെ കരങ്ങളെടുത്ത് അതായപ്പോഴത് വിടുതലായിരുന്നു. യേശുവേ നന്ദി. ഇവിടെ ഇനിയും കൗൺസിലിംഗ് എന്നും പറഞ്ഞിട്ട് ചോദിച്ചത് നടക്കില്ല. കൗൺസിലിംഗ് ആവശ്യമുള്ളവര് നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ പേര് അവിടെ കൊടുക്കാൻ ആഗ്രഹിക്കും. കൗൺസിലിംഗ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പേരവിടെ കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ ഇടയിലൊന്നും ഇനി കൗൺസിലിങ്ങിന് പേരെഴുതാനെന്ന് പറഞ്ഞ് വരില്ല. അതുകൊണ്ട് ധ്യാനം 13-ാം തീയതി നടക്കുന്ന ധ്യാനം, അതിന് 10 വയസ്സ് മുതൽ മേലോട്ടുള്ള കുട്ടികള് നിങ്ങൾ അടുത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരിക. അല്ലെ പറഞ്ഞു വിട്ടാലും മതിയാകും. രാവിലെ 9 മണി മുതൽ തന്നെ രജിസ്ട്രേഷൻ തുടങ്ങുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് കഞ്ഞി സ്പോൺസറിംഗ് ഒന്നുമില്ല. മയ്യപ്പനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും നന്ദി. ഇവിടെയും എണ്ണയും പൂവും പ്രാർത്ഥിക്കാൻ തന്നിട്ട് നമുക്ക് എണ്ണയും പൂവും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങള് പ്രേക്ഷിതര് പറയുന്നതനുസരിച്ച് നിങ്ങൾ തിരക്കുണ്ടാക്കാതെ കഫേയിലേക്ക് ഒരു സൈഡില് വിജയമ്മേനി ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈസ്റ്റർ കഴിയുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരണമെന്ന്. ആരംഭം പേര് കൊണ്ടുവന്നതാ ഈസ്റ്ററിന്റെ പങ്കുവെക്കൽ. വേദനയുടെ ഗണങ്ങൾ പിടിക്കുക.
പറയുകയാണ്. ഇവിടെ സാധാരണ നിങ്ങൾ ചെല്ലുണ്ടാക്കുന്നവര് ചെല്ലുണ്ടാകരുത്. വളരെ ശാന്തമായ രീതിയിൽ അച്ഛനെ ബുദ്ധിമുട്ടിക്കാതെ